മലപ്പുറം തൃക്കാവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വൈവിധ്യമാർന്ന ബൊമ്മക്കൊരു ഒരുക്കിയാണ് ആഘോഷം. ക്ഷേത്രങ്ങളിലെ പൂജയോടൊപ്പം ബൊമ്മക്കൊലുവിനും പൂജ നടത്തിയാണ് ആഘോഷങ്ങൾ തുടങ്ങിയത്. നവരാത്രി വരെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ബൊമ്മക്കൊലു പൂജയുണ്ടാകും. നിവേദ്യവും നൽകും. വിവിധ തട്ടുകളിൽ പട്ടുവിരിച്ചാണ് ബൊമ്മകൾ നിരത്തുക. മരം, മണ്ണ്, പ്ലാസ്റ്റർ ഓഫ് പാരിസ് തുടങ്ങിയവ കൊണ്ടുള്ള ബൊമ്മകൾ ഉപയോഗിക്കുമെങ്കിലും മരപ്പാവകൾക്കാണ് പ്രാധാന്യം കൂടുതൽ. നവരാത്രി 9 ദിവസമാണ് ഞങ്ങൾ വെക്കുന്നത്. ഇത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടും എല്ലാവരും ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് ഈ മരപ്പാച്ചി എന്ന് പറയുന്ന മരം കൊണ്ടുള്ള ദൈവത്തിനാണ് പൂജ. ബാക്കിയൊക്കെ വയ്ക്കുന്നത് എല്ലാ ദൈവങ്ങളും പിന്നെ മനുഷ്യന്മാരും എല്ലാം വയ്ക്കാം. ആദ്യത്തെ 3 ദിവസം ദുർഗയായിട്ടും, പിന്നെ 3 ദിവസം ലക്ഷ്മി ദേവിയായിട്ടും, പിന്നെ 3 ദിവസം സരസ്വതി ദേവിയായിട്ടും പൂജിക്കുകയാണ്. എല്ലാ ദിവസവും കാലത്തൂടെ പൂജയുണ്ടാവും. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രസാദവും നിൽക്കും. വൈകുന്നേരവും പൂജയുണ്ടാവും. 5, 7, 9, 11 എന്നിങ്ങനെ തട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. ദശാവതാരം, അഷ്ടലക്ഷ്മി, പട്ടാഭിഷേകം, ഗീതോപദേശം തുടങ്ങി വിവിധ സന്ദർഭങ്ങളെ കുറിക്കുന്ന പാവകൾ ഒരുക്കും. വിജയദശമി ദിവസം തൃക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ദീപാരാധന കഴിഞ്ഞാൽ മരപ്പാവകളെ കിടത്തി വയ്ക്കുന്ന ചടങ്ങാണ്. പിന്നീട് മംഗളം പാടി ഉത്സവം അവസാനിപ്പിക്കും. അടുത്ത ദിവസം പാവകളെയെല്ലാം പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതോടെ ഈ വർഷത്തെ ബൊമ്മക്കൊലു ഉത്സവത്തിന് സമാപനമാകും. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.